ഹായ് എല്ലാവർക്കും നമസ്കാരം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ അടിപൊളിയാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ സ്കൂളിലായാലും ഇനി ഭാവിയിൽ ഒരു ജോലിക്ക് പോകുമ്പോഴും എന്തിന് നമ്മുടെ ജീവിതത്തെ തന്നെ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കഴിവുണ്ട്. എന്തായിരിക്കും അത്? വേറൊന്നുമല്ല, അത് പവർഫുൾ കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ വിജയങ്ങളിലേക്കുള്ള ഒരു മാസ്റ്റർ കീയാണിത്. ഇന്ന് നമ്മൾ ഈ കീയുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പോവാണ്. അപ്പോ നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടൂൾ കിറ്റ് ഉണ്ടാക്കിയാലോ? റെഡിയല്ലേ? ഈ യാത്രയിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും വേണ്ട ഓരോ ടൂൾസായി നമുക്കിതിലേക്ക് ചേർക്കാം. ശരി, അപ്പോൾ നമ്മുടെ ടൂൾ കിറ്റിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്ന 2 ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി കേൾക്കാനും അതുപോലെ തന്നെ പവർഫുള്ളായി സംസാരിക്കാനും പഠിക്കാം. ഇതാണ് നമ്മുടെ ടൂൾ കിറ്റിന്റെ ഫൗണ്ടേഷൻ, അതായത് അടിത്തറ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന 2 വാക്കുകളാണ് ഹിയറിംഗും ലിസണിങ്ങും. രണ്ടും ഒന്നാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ ചെവിയിലേക്ക് വെറുതെ വന്ന് തട്ടുന്നൊരു പ്രോസസ്സാണ്. എന്നാൽ ലിസണിങ് അങ്ങനെയല്ല. അത് നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. അതിന് നല്ല ശ്രദ്ധയും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ശ്രമവും വേണം. അപ്പോ എന്താണ് ഈ ആക്റ്റീവ് ലിസണിങ്? സിമ്പിളായി പറഞ്ഞാൽ, ഒരാൾ സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കൊടുക്കുക. അവർ പറയുന്ന വാക്കുകൾ മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള വികാരങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആലോചിച്ച മറുപടി പറയുക. ഇത് നല്ല ബന്ധങ്ങളുണ്ടാക്കാനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും ഒരുപാട് സഹായിക്കും. ഒരു ചെറിയ ടിപ്പ് തരാം. ഇനി ഒരാൾ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കി അവരെന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓക്കെ, അപ്പൊ ലിസണിംഗ് കഴിഞ്ഞു. ഇനി സ്പീക്കിംഗിലേക്ക് വരാം. നന്നായി സംസാരിക്കാൻ എന്തൊക്കെ വേണം? പ്രധാനമായി 5 കാര്യങ്ങളുണ്ട്. 1 ക്ലാരിറ്റി, അതായത് വാക്കുകൾ വ്യക്തമായി ഉച്ചരിക്കുക. 2 ഫ്ലുവൻസി, ഒരു ഒഴുക്കോടെ സംസാരിക്കുക. 3 ടോൺ ആൻഡ് മോഡ്യുലേഷൻ, നമ്മുടെ ശബ്ദത്തിൽ ഇടയ്ക്ക് ഏറ്റവും ഇറക്കവുമൊക്കെ കൊടുത്ത് സംസാരിക്കുന്നത് കേൾക്കാനൊരു രസമല്ലേ? അതുതന്നെ. പിന്നെ ശരിയായ ഗ്രാമറും വാക്കുകളും ഉപയോഗിക്കുക. ഏറ്റവും അവസാനം, പക്ഷേ ഏറ്റവും പ്രധാനം, കോൺഫിഡൻസ്, ഒരു പേടിയുമില്ലാതെ സംസാരിക്കാൻ കഴിയണം. ശരി, അപ്പൊ കേൾക്കാനും സംസാരിക്കാനുമുള്ള ബേസിക് ടൂൾസ് നമ്മുടെ കയ്യിലായി. ഇനി ഈ ടൂൾസ് പല പല സാഹചര്യങ്ങളിൽ, അതായത് സോഷ്യൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലുമൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനുള്ള ചില പുതിയ ടൂൾസ് പരിചയപ്പെടാം. സംഭാഷണങ്ങൾ 2 തരത്തിലുണ്ട്, ഫോർമൽ പിന്നെ ഇൻഫോർമൽ. ഈ ടേബിൾ നോക്കിയാൽ തന്നെ സംഭവം ക്ലിയർ ആവും. ഒരു ജോബ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ടീച്ചറോട് സംസാരിക്കുന്നത് ഫോർമലാണ്. അവിടെ നമ്മൾ കുറച്ചുകൂടി മര്യാദയോടെയും ഒരു ഘടനയോടെയുമാണ് സംസാരിക്കുക. പക്ഷേ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴോ അത് ഇൻഫോർമലാണ്. റിലാക്സ്ഡായി സ്ലാങ് ഒക്കെ ഉപയോഗിച്ച് സംസാരിക്കാം. രണ്ടിന്റെയും ഉദ്ദേശവും വേറെയാണ്. ഫോർമൽ സംഭാഷണങ്ങൾ ഇൻഫർമേഷൻ കൈമാറാനും ഇൻഫോർമൽ സംഭാഷണങ്ങൾ കൂട്ടുകൂടാനുമാണ്. അപ്പോ ഒരു ഫോർമൽ സംഭാഷണത്തില്, ഉദാഹരണത്തിന് ഒരു ടീച്ചറോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗില്, ഈ കാര്യങ്ങൾ ഓർത്തുവെച്ചോളൂ. 1 പറയുന്നതിനു മുൻപ് ഒന്ന് ആലോചിക്കുക. 2 എപ്പോഴും വിനയത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുക. പിന്നെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റാണ്. സർ, മാഡം എന്നൊക്കെ വിളിക്കാൻ മടിക്കരുത്. അതുപോലെ തീർത്തും പേഴ്സണലായ കാര്യങ്ങൾ അവിടെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ടൂൾസിലേക്ക് പോകാം. ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് പോലെയല്ലല്ലോ ഒരു ഗ്രൂപ്പിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ തിളങ്ങാം, എങ്ങനെ സഹകരിച്ചു മുന്നോട്ടു പോകാം എന്നൊക്കെ നോക്കാം. നിങ്ങൾ GD അഥവാ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലേ? പല കോളേജ് അഡ്മിഷനുകൾക്കും ജോലികൾക്കും ഇതൊരു പ്രധാന കടമ്പയാണ്. ഇത് സിമ്പിളായി പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചുപേർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ്. പക്ഷെ വെറുതെ സംസാരിക്കുകയല്ല. ഇതിലൂടെ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റി, പിന്നെ ഒരു ടീമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് അവർ വിലയിരുത്തുന്നത്. ഒരു GDയിൽ ശരിക്കും പെർഫോം ചെയ്യാൻ ഈ കഴിവുകളൊക്കെ വേണം. വ്യക്തമായി സംസാരിക്കണം, മറ്റുള്ളവരെ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള കഴിവ് വേണം. ചിലപ്പോൾ സംഭാഷണത്തെ മുന്നോട്ട് നയിക്കേണ്ടി വരും. പിന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കണം. തന്നിരിക്കുന്ന സമയം നന്നായി ഉപയോഗിക്കാനും പഠിക്കണം. ഓർക്കുക, GDയിൽ മറ്റുള്ളവരെ തോൽപ്പിക്കുകയല്ല, ഒരുമിച്ചൊരു നല്ല ചർച്ച നടത്തുകയാണ് വേണ്ടത്. ഇനി ഡിബേറ്റിന്റെ കാര്യം നോക്കാം. അതിനൊരു കൃത്യമായ സ്ട്രക്ചറുണ്ട്. പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. 3 സ്റ്റെപ്പുകളാണ് പ്രധാനമായും ഉള്ളത്. സ്റ്റെപ്പ് 1 ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ 2 ടീമും അവരുടെ പ്രധാന വാദങ്ങൾ നിരത്തും. സ്റ്റെപ്പ് 2 റീബട്ടൽസ്. ഇവിടെയാണ് കളി. എതിർ ടീം പറഞ്ഞ പോയിന്റ്സിനെ നമ്മൾ ചോദ്യം ചെയ്യും. സ്റ്റെപ്പ് 3
ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. അവസാനം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ചുരുക്കി പറഞ്ഞ് നമ്മുടെ നിലപാട് ഉറപ്പിക്കും. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ടൂൾസും ലിസണിംഗ്, സ്പീക്കിംഗ്, ഗ്രൂപ്പിൽ സംസാരിക്കാനുള്ള കഴിവ് ഇതെല്ലാം ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ജോബ് ഇന്റർവ്യൂ. നമ്മുടെ ടൂൾ കിറ്റ് മുഴുവനായി ഉപയോഗിച്ച് എങ്ങനെ ഒരു ഇന്റർവ്യൂ പൊളിക്കാം എന്ന് നോക്കാം. ഒരു ഇന്റർവ്യൂവിലെ വിജയം തുടങ്ങുന്നത് ആ റൂമിലേക്ക് കയറുന്നതിനും ഒരുപാട് മുൻപാണ്. ഇതൊരു ചെക്ക് ലിസ്റ്റായി കണ്ടോളൂ. ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്ത കമ്പനിയെക്കുറിച്ച് നന്നായി റിസർച്ച് ചെയ്യുക. 2. ആ ജോലിയുടെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. 3. സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് പരിശീലിക്കുക. 4. നിങ്ങളുടെ റെസ്യൂമെ, സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. 5. ആ അവസരത്തിന് യോജിച്ച പ്രൊഫഷണലായ വസ്ത്രം ധരിക്കുക. ഈ തയ്യാറെടുപ്പാണ് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നത്. ഇനി ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം? കൃത്യസമയത്ത് എത്തുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുൻപ്. പുഞ്ചിരിയോടെ, വിനയത്തോടെ എല്ലാവരോടും പെരുമാറുക. നല്ല പോസ്ചറിലിരിക്കുക, വ്യക്തമായി സംസാരിക്കുക. അവർ ചോദിക്കുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടതിനുശേഷം മാത്രം ഉത്തരം പറയുക. കണ്ണിൽ നോക്കി സംസാരിക്കാൻ മറക്കരുത്. ഇന്റർവ്യൂവിന്റെ അവസാനം ആ കമ്പനിയെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ നല്ല 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു പ്ലസ് പോയിന്റാണ്. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നോക്കാം. ഇവ സാധാരണയായി സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. വൈകി എത്തുന്നത് ഒരു വലിയ നെഗറ്റീവാണ്. സാഹചര്യത്തിന് ചേരാത്ത വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കുക. പഴയ കമ്പനിയെയോ മുതലാളിയെയോ കുറിച്ച് മോശമായി ഒന്നും സംസാരിക്കരുത്. നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പിന്നെ ഇറങ്ങിപ്പോരുമ്പോൾ ഇന്റർവ്യൂ ചെയ്ത ആൾക്കൊരു നന്ദി പറയാൻ മറന്നുപോകരുത്. ഇവിടെ പറയുന്നത് പോലെ നല്ല ഇന്റർവ്യൂ സ്കിൽസ് എന്നത് ഒരു നല്ല ജോലിയിലേക്കും കരിയർ ഗ്രോത്തിലേക്കുമുള്ള നമ്മുടെ ഗേറ്റ്വേ ആണ്. അത് നമ്മുടെ അറിവ് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ സഹായിക്കും, നമ്മുടെ ടെൻഷൻ കുറയ്ക്കും, ഏറ്റവും പ്രധാനമായി അവരിൽ നമ്മളെക്കുറിച്ച് നല്ലൊരു മതിപ്പുണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ടൂൾ കിറ്റ് ഇപ്പോൾ റെഡിയാണ്. കേൾക്കാനും സംസാരിക്കാനും ഗ്രൂപ്പിൽ പെർഫോം ചെയ്യാനും ഇന്റർവ്യൂവിനെ നേരിടാനുമുള്ള ടൂൾസ് എല്ലാം അതിലുണ്ട്. ഇനി ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഭാവി പടുത്തുയർത്താൻ നിങ്ങളിതെങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു? ഓർക്കുക, ഇതൊക്കെ വെറുതെ അറിഞ്ഞിരുന്നാൽ പോരാ, നിരന്തരം പരിശീലിക്കണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ കഴിവുകൾ മിനുക്കിയെടുക്കുക, വിജയം നേടുക.